Hello guys, welcome back to my YouTube channel. It's me Binita. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ലൈഫിൽ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ. അതെ, ഇന്നാണ് ഞങ്ങളുടെ ഹോസ്റ്റലിലെ നോമ്പുതുറ. ഹോസ്റ്റൽ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചൊരു ദിവസം. ഇതൊക്കെയാണ് നമ്മുടെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ. ഒരു ഹോസ്റ്റൽ എന്നതിലുപരി ഒരു ഫാമിലി പോലെ കാണുന്നത് കൊണ്ടാവാം കുട്ടികളും അവിടുത്തെ മാനേജ്മെന്റും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാണ് ഈ ഒരു പരിപാടി ഇത്രയും ഗംഭീരമാക്കിയത്. ഒരു കോട്ടയംകാരിയെ എന്നെ സംബന്ധിച്ചിടത്തോളം നോമ്പുതുറ, അതിനുള്ള ഒരുക്കങ്ങൾ, അതൊക്കെ ഒരു വേറിട്ട അനുഭവമായിരുന്നു. ഒരു വേർതിരിവില്ലാതെ എല്ലാവരും ഒന്നിച്ചു ചേർന്നൊരു ദിവസം. ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതിലൂടെ നോമ്പുതുറ എന്നതിലുപരി എല്ലാവരും തമ്മിൽ സംസാരിക്കാനും സൗഹൃദം പങ്കുവെക്കാനുള്ള ഒരു വേദിയും കൂടിയായിരുന്നു. 8 വർഷം പല പല ഹോസ്റ്റലുകളിലായിട്ട് ഹോസ്റ്റൽ ജീവിതം ആസ്വദിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ കണ്ണു അടച്ച് എനിക്ക് പറയാം, ഞാൻ നിന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഹോസ്റ്റൽ ഇത് തന്നെയാണെന്ന്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എടുത്തു പറയേണ്ട ഞങ്ങളുടെ വാർഡനെ തന്നെയാണ്. ഹോസ്റ്റൽ വാർഡൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും തന്നെ പേടി സ്വപ്നമാണ്. അതിൽ നിന്നൊക്കെ മാറി ഒരു ഫ്രണ്ട്ലി വൈബായിട്ടുള്ള ഞങ്ങളുടെ ഐഷിത്ത. അതുപോലെ എടുത്തു പറയേണ്ടതാണ് എന്തിനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ മാനേജർ സാറിനെ പറ്റിയും എന്ത് പരിപാടി അടുത്ത് നടത്തുന്നു നോക്കിയിരിക്കുന്ന ഡയറക്ടർ സാറിനെ പറ്റിയും. ഈ ഹോസ്റ്റലിനെ ഒരു ഡ്രീം ഫാമിലി ആക്കിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് ഇവരെല്ലാവരും. ഇവരുടെ കൂടെ തന്നെ എല്ലാ കാര്യത്തിലും മുരളി ചേട്ടനും സ്മിതേച്ചിയും ശാന്തേച്ചിയും ഒക്കെ കൂടെയുണ്ട്. ഇത്തിരി വൈബായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മികച്ചതായിരിക്കും. അതിനുള്ള ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മുഖത്തെ പുഞ്ചിരി. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഈ ഒരു ഡ്രീം സ്റ്റേ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്ത് പറയണമെന്ന് എന്റെ മനസ്സിൽ ഒന്നും തന്നെ ഇല്ല. ബിക്കോസ് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ വേണ്ടി എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഇതിൽ പറയുന്നത് ഞങ്ങളുടെ ഹോസ്റ്റലിനെ പറ്റിയാണ്. ഇങ്ങനെ ഒരു പരിപാടിയോടനുബന്ധിച്ച് തന്നെ നമുക്ക് നല്ല 2 ഫോട്ടോഗ്രാഫേഴ്സിനെയും നമ്മുടെ മാനേജ്മെന്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ കിട്ടി. ഇപ്പൊ എല്ലാവരും കട്ട വെയിറ്റ് ചെയ്തിരിക്കുന്നത് നോമ്പ് തുറക്കാനാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു നമ്മുടെ ഡയറക്ടറിന്റെയും മാനേജറിന്റെയൊക്കെ ഫാമിലി എല്ലാ കാര്യങ്ങളിലും ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളും കൂടി ചേർന്നപ്പോൾ പരിപാടി കളറായി. അങ്ങനെ എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടെ നോമ്പ് തുറന്നു. എന്നെപ്പോലെ ഒരുപാട് പേർക്ക് പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു ഇഫ്താർ മീറ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എന്റെ ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് തന്നെ എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. എന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു തന്നതനുസരിച്ച് ഈന്തപ്പഴം കൊണ്ട് തന്നെ നമ്മൾ നോമ്പ് മുറിച്ചു. എല്ലാ മതങ്ങളെയും ഒരുപോലെ റെസ്പെക്ട് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ഈ പൊരു വെയിലത്ത് വെള്ളം പോലും കുടിക്കാതെ നോമ്പെടുക്കുന്നവരോട് എനിക്കൊരു പ്രത്യേക സ്നേഹം തന്നെ ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സും സ്നാക്സും ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം എല്ലാവരും മെയിൻ കോഴ്സിലേക്ക് കടന്നു. നമുക്ക് ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത്. കോഴിക്കോടൻ ബിരിയാണിക്ക് പൊതുവെ ടേസ്റ്റ് കൂടുതലാണ്. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചപ്പോൾ അത് കുറച്ച് ഇരട്ടിയായി തോന്നി. നിങ്ങളുടെ ഹോസ്റ്റൽ ലൈഫിലും ഇതുപോലെ വേറിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ കുത്തിക്കുറിക്കാൻ മറക്കല്ലേ. ഇനി എന്റെ ഡ്രീം സ്റ്റേയിലെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഗൈസ്, ഇറ്റ്സ് യുവർ ഡ്രീം സ്റ്റേ, സോ എൻജോയ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ്. നമ്മുടെ ഇഫ്താർ പാർട്ടിക്ക് നമ്മുടെ കൂടെ കൂടാനായിട്ട് അടുത്ത ഷോപ്പിലെ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞും ഒരുപാട് നേരം എല്ലാവരും കൂടി വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നു. ഇന്നത്തെ ലൈഫിൽ പലപ്പോഴും പലർക്കും മിസ്സായി പോകുന്നതും അത് തന്നെയാണ്, തമ്മിലുള്ള സംസാരം. ഡ്രീം സ്റ്റേയിൽ എത്തിക്കഴിഞ്ഞ് ആ കാര്യത്തിൽ എന്താണെങ്കിലും ഞാൻ റിച്ചാണ്. എവിടെ തിരിഞ്ഞാലും എന്ത് കാര്യത്തിനും കട്ടയ്ക്ക് കൂടെ നടക്കുന്ന ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. സോ ഗൈസ്, ഈ സൗഹൃദങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഒന്നായിട്ട് ഈ ഹോസ്റ്റൽ ലൈഫ് അടിച്ചു പൊളിക്കാം. And also, thank you so much Dream Stay Management for making this day special and memorable. ഇനിയും ഇതുപോലെ അടിപൊളി ഹോസ്റ്റൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.